വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിലെ വാൽവ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം അത് നമ്മുടെ കേരള PSC ഓവർസിയർ എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വാൽവ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പൈപ്പിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം രണ്ട് തരത്തിലെ പൈപ്പാണ് നമുക്ക് ജനറലായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ GI പൈപ്പ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. രണ്ടാമത് PVC പൈപ്പ്, ഓക്കെ, പ്ലാസ്റ്റിക് ആയിട്ട് നമ്മുടെ പൈപ്പ്. ഇനി ഇത് തമ്മിൽ ഞാൻ രണ്ട് ടാബുലാർ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്. GI പൈപ്പിൻ്റെ ലെങ്ത്ത് ജനറലി 6 മീറ്ററാണ് പ്രൊവൈഡ് ചെയ്യാറ്. PVC ആവട്ടെ 5 മീറ്റർ. ഇനി GI പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 15 mm ആണ്. PVCയുടെ 20 mm മിനിമം ഡയമീറ്റർ കൊടുക്കാറുണ്ട്. പക്ഷേ 25, 32, 40, 50, 63, 75, 90, 110 ഇങ്ങനെ പല ഡയമീറ്ററുകളിലെ പൈപ്പ് അവൈലബിൾ ആണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GI പൈപ്പ് നമ്മൾ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് ഇന്നർ ഡയമീറ്റർ ആണ്. PVC ആകട്ടെ ഔട്ടർ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ലെങ്ത്ത് 6 മീറ്റർ GI പൈപ്പിൽ, PVCക്ക് 5 മീറ്റർ, 15 mm GI പൈപ്പിൻ്റെ ഡയമീറ്റർ, മറ്റേത് 20 mm മിനിമം ഡയമീറ്റർ, പിന്നെ ഡയമീറ്റർ മെഷർ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് വാൽവ്സിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സ്ലൂയിസ് വാൽവ് അല്ലെങ്കിൽ ഗേറ്റ് വാൽവ്. സ്ലൂയിസ് വാൽവ് അഥവാ ഗേറ്റ് വാൽവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്ന ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാൽവാണ് സ്ലൂയിസ് വാൽവ് അല്ലെങ്കിൽ ഗേറ്റ് വാൽവ്. ഓക്കെ, ഇനി രണ്ടാമത്തത് പ്രഷർ റിലീഫ് വാൽവ്. നമുക്ക് പേരിൽ തന്നെ മനസ്സിലായി അല്ലേ, അതൊരു സേഫ്റ്റി വാൽവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ് ടു കൺട്രോൾ ഓർ ലിമിറ്റ് ദ പ്രഷർ ഇൻ എ സിസ്റ്റം ടു അവോയ്ഡ് ബേസ്റ്റിംഗ്. അതായത് ഒന്നെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാനോ അതല്ലെങ്കിൽ പ്രഷർ ലിമിറ്റ് ചെയ്യാനോ ഒരു സിസ്റ്റത്തിൽ എന്തിനു വേണ്ടിയിട്ട്? ബേസ്റ്റിംഗ്, അതായത് പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രഷർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. ഓക്കെ, ഇനി എവിടെയാണ് പ്രഷർ റിലീഫ് വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അറ്റ് ലോ പോയിൻറ്റ്സ് വെർ പ്രഷേഴ്സ് ആർ ഹൈ. പ്രഷർ വളരെ കൂടുതലുള്ള ലോ ആയിട്ടുള്ള, അതായത് താഴ്ന്ന പോയിന്റുകളിലാണ് നമ്മൾ പ്രഷർ റിലീഫ് വാൽവ് കൊടുക്കാറ്. നോർമലി പ്രഷർ എന്ന് പറഞ്ഞാൽ 2.5 kg/cm². ആണ്. ഇനി ബട്ടർഫ്ലൈ വാൽവ്സ് ആണ്. രണ്ടെണ്ണം ഉണ്ട്, ബട്ടർഫ്ലൈ വാൽവും ഗ്ലോബ് വാൽവും. ഇതിനകത്ത് ഗ്ലോബ് വലുതും ബട്ടർഫ്ലൈ ചെറുതുമാണ്. പക്ഷേ നേരെ നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെയാണ്, പക്ഷേ നേരെ തിരിച്ചാണ്. ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാർജ് ആയിട്ടുള്ള കണ്ട്യൂട്ട്സ് അതല്ലെങ്കിൽ പൈപ്പിൽ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർഫ്ലൈ വാൽവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഗ്ലോബ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞു ഡയമീറ്റർ, അതായത് 100 mm താഴെ ഡയമീറ്റർ ഉള്ള പൈപ്പിൽ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലോബ് വാൽവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പേരും നമ്മൾ വസ്തുക്കളെ വെച്ച് ഓർക്കരുത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ബട്ടർഫ്ലൈ ചെറുതും ഗ്ലോബ് വലുതും, പക്ഷേ നേരെ തിരിച്ചാണ്. ഗ്ലോബ് വാൽവിൽ ഡയമീറ്റർ കുറവുള്ളതും ബട്ടർഫ്ലൈയിൽ കൂടുതലുള്ളതും. അടുത്തത് എയർ റിലീഫ് വാൽവാണ്. എന്തായിരിക്കും? എയർ പോക്കറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എയർ പോക്കറ്റ് എവിടെ വന്നാണ് കളക്ട് ചെയ്യുന്നത്? ദാറ്റ് കളക്ട് അറ്റ് ഈച്ച് ഹൈ പോയിന്റ് ഓഫ് എ ഫുള്ളി പ്രഷേർഡ് പൈപ്പ് ലൈൻ. അതായത് ഫുള്ളി പ്രഷേർഡ് ആയിട്ടുള്ള പൈപ്പ് ലൈനുകളുടെ ഹയർ പോയിന്റുകളിൽ ഫോം ചെയ്യുന്ന എയർ പോക്കറ്റുകളെ റിലീസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് എയർ റിലീഫ് വാൽവിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് ഈ എയർ റിലീഫ് വാൽവ് കൊടുക്കുന്നത്? സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരുന്ന ഒരു കേവാണ്. അപ്പോൾ നമ്മൾ പൈപ്പ് പോകുമ്പോൾ മുകളിലേക്ക് വരുന്ന കേവ് സമ്മിറ്റുകളിൽ കൊടുക്കും. ആൻഡ് ഓൾസോ അറ്റ് ഗ്രേഡിയൻസ് ടു സ്റ്റീപ്പർ സ്ലോപ്പുകളിലേക്ക് വരുന്ന ഗ്രേഡിയൻറ്റുകളിലും നമ്മൾ എയർ റിലീഫ് വാൽവ് കൊടുക്കും. ഇനി ആറാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് വാൽവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൽവ് എന്ന് പറയും, അതല്ലെങ്കിൽ വൺ വേ വാൽവ് എന്ന് പറയും, അതല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിലൂടെ വെള്ളം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാൽവാണ് ചെക്ക് വാൽവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൽവ് അല്ലെങ്കിൽ വൺ വേ വാൽവ്, അതല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. പേരിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. ഇനി എവിടെയാണ് നമ്മൾ ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത്? പമ്പിംഗ് മെയിനുകളിലാണ്. അതായത് പമ്പിംഗ് മെയിനുകളിൽ വെള്ളം മുന്നോട്ട് തന്നെ പോയി തിരിച്ച് ഫ്ലോ ചെയ്ത് വന്ന് പമ്പിംഗ് എക്യുപ്മെൻ്റൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പമ്പിംഗ് മെയിനിലാണ് നമ്മൾ മെയിനായിട്ടും ചെക്ക് വാൽവ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ചെക്ക് വാൽവ് അല്ലെങ്കിൽ റിഫ്ലക്സ് വാൽവ് എന്താ ചെയ്യുന്നത്?
വെള്ളം അല്ലെങ്കിൽ ഫ്ലൂയിഡ് പൈപ്പിലൂടെ ഒരു ഡയറക്ഷനിൽ മാത്രം റിട്ടേൺ ചെയ്ത് തിരിച്ചു വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. എയർ റിലീഫ് വാൽവ് എന്താണ് ചെയ്യുന്നത്? എയർ പോക്കറ്റുകൾ, അതായത് ഫുള്ളി പ്രഷറൈസ്ഡ് പൈപ്പുകളിൽ ഹയർ പോയിന്റുകളിൽ ഉണ്ടാകുന്ന എയർ പോക്കറ്റുകളെ റിലീസ് ചെയ്ത് വിടുകയാണ് എയർ റിലീഫ് വാൽവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ചെക്ക് വാൽവ് എന്താ ചെയ്യുന്ന? ഒരേ ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ഉറപ്പാക്കും. എവിടെയാണ് കൊടുക്കുന്നത്? പമ്പിംഗ് മെയിനുകളിൽ. ഇനി അടുത്തത് ഡ്രെയിൻ വാൽവ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവ് അല്ലെങ്കിൽ സ്കൗർ വാൽവ് ആണ്. അത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ സിൽറ്റ് അല്ലെങ്കിൽ സാൻഡ്, മണൽ അല്ലെങ്കിൽ മണ്ണൊക്കെ നമ്മുടെ പൈപ്പിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈപ്പിലുള്ള കംപ്ലീറ്റ് വെള്ളം എംറ്റി ചെയ്യുക, അതല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാൽവാണ് ഡ്രെയിൻ വാൽവ്. പേരിൽ തന്നെയുണ്ട്, വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ സാൻഡോ അല്ലെങ്കിൽ സിൽറ്റോ ഒക്കെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്? അറ്റ് ദ ഡെഡ് എൻഡ്സ് ആൻഡ് ഡിപ്രഷനുകളിൽ, അതുപോലെ തന്നെ ഡെഡ് എൻഡുകളിൽ, അതല്ലെങ്കിൽ പൈപ്പ് ലൈനിലുള്ള ലോ പോയിന്റുകൾ, താഴെയുള്ള പോയിന്റുകൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാൽവ്സിൻ്റെ ഫങ്ഷനുകളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായല്ലോ 7 ടൈപ്പ് വാൽവുകളാണ് പറഞ്ഞത്. അപ്പോൾ മിക്കതും പേരുകളിൽ തന്നെയുണ്ട്, പിന്നെ ആ ഒരു കുറേ സർനെയിംസ് വരുന്നത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഡ്രെയിൻ വാൽവ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവ് അല്ലെങ്കിൽ സ്കൗർ വാൽവ്. ഡ്രെയിൻ വാൽവ് എന്ന പേരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഓർക്കാം. ബ്ലോ ഓഫ് അല്ലെങ്കിൽ സ്കൗറൊക്കെ വരുമ്പം ഒന്ന് ക്ലബ് ചെയ്ത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മാൻഹോൾസ് ആണ്. മാൻഹോൾസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ പൈപ്പ് ലൈനുകളിൽ ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ റിപ്പയറിനും വേണ്ടിയിട്ട് ഓരോ സ്യൂട്ടബിൾ ഇൻ്റർവെല്ലുകളിൽ കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് അപ്പർട്ടനൻസ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ മാൻഹോൾ എന്ന് പറയുന്നത്. ഇനി ഈ മാൻഹോൾ എന്താണെന്നൊന്നും ചോദിക്കത്തില്ല. ലാർജ് പൈപ്പ് ലൈനിൽ എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇത് കൊടുക്കുന്നത്? യൂഷ്വലി 300 തൊട്ട് 600 മീറ്റർ ഗ്യാപ്പിലാണ് ലാർജ് പൈപ്പ് ലൈനുകളിൽ മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യാറ്. ഇനി മാൻഹോൾസ് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പൊസിഷന്, അതായത് എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്താൽ ഉപയോഗമാണെന്നുള്ളത്, സമ്മിറ്റുകളിൽ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ഓഫ് മെയിൻ വാൽവുകളുടെ ഡൗൺ സ്ട്രീമിലും അതുപോലെ തന്നെ സമ്മിറ്റുകളിലുമൊക്കെയാണ് മാൻഹോൾസിൻ്റെ ഉപയോഗം. മാൻഹോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്പെക്ഷൻ ആൻഡ് റിപ്പയർ. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻസ്പെക്ഷനും റിപ്പയറിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അപ്പർട്ടനൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് മാൻഹോൾ ആണ്. ഓക്കെ, പിന്നെ ആ സ്പേസിങ് 300 to 600 മീറ്റർ എന്നുള്ളതും ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഫയർ ഹൈഡ്രൻ്റ് ആണ്. ഫയർ ഹൈഡ്രൻ്റ് പേരിൽ തന്നെയുണ്ട്. എന്തെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെള്ളം പ്രൊവൈഡ് ചെയ്യാണ്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഫംഗ്ഷൻ, സ്ട്രീറ്റൊക്കെ കഴുകാനൊക്കെ ഫയർ ഹൈഡ്രൻസിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് ഓർക്കേണ്ടത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പ്ലേസ്ഡ് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് റോഡ് ജംഗ്ഷൻ, എല്ലാ ജംഗ്ഷനുകളിലും, ആൻഡ് ഇൻ്റർവെൽസ് നോട്ട് എക്സീഡിങ് 300 മീറ്റർ, 300 മീറ്റർ കുറയാതെ ഉള്ള ഇൻ്റർവെല്ലുകളിലും ഫയർ ഹൈഡ്രൻറ്റുകൾ ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത വാട്ടർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരു തവണ ചോദിച്ചതാണ്. വാട്ടർ മീറ്റർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലൂയിങ്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാട്ടർ മീറ്റർ ഈ ബില്ലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി വെള്ളം പൈപ്പിലൂടെ പോകുന്നു എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ മീറ്റർ ഉപയോഗിക്കുന്നത്. അത് കൂടുതലും ബില്ലിംഗ് പർപ്പസസിനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വാട്ടർ മീറ്റർ ഒരു തവണ ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്, വാൽവ്സിനകത്ത് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വാട്ടർ ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. വേരിയസ് ടൈപ്പ് ഓഫ് ഡിമാൻഡ് പറയുന്ന കോഡ്, ഇപ്പോൾ കോഡ് ചോദിക്കുന്ന ഒരു ട്രെൻഡാണല്ലോ. IS 1172/1993 ആണ് വേരിയസ് ടൈപ്പ് ഓഫ് ഡിമാൻഡ് പറയുന്ന കോഡ്. ഓക്കെ, ഇനി ഒരു ആവറേജ് ഇന്ത്യൻ ടൗൺ വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് ആണെങ്കിൽ അവിടെ ഡൊമസ്റ്റിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇറ്റ് ഈസ് 135 LPCD, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. അതാണ് LPCD. അപ്പം ഡൊമസ്റ്റിക് ആണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള 135 LPCD. 50 to 60% നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ 135 ഓർത്ത് വെക്കുക. പിന്നെ ടോട്ടൽ
ഡൊമസ്റ്റിക്കും ഇൻഡസ്ട്രിയൽ പബ്ലിക് യൂസ് അതുപോലെ തന്നെ ലോസസ് ആൻഡ് തെഫ്റ്റ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓവർസിയർ ലെവലിന് അങ്ങനെയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് ഡൊമസ്റ്റിക് പേർപ്പസിൻ്റെ കണ്ടിട്ടുണ്ട് 135 LPCD എന്ന്. പിന്നെ ടോട്ടൽ വിത്തൗട്ട് ഫുൾ ഫ്ലഷിങ് എത്രയാണ് വേണ്ടതെന്നുള്ളത് അത് 270 LPCD. ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന രണ്ടുമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പെർസെൻറ്റേജ് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ മൊത്തം പഠിച്ചു. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യലിന് 20 to 25%, അതായത് 70 LPCD. പബ്ലിക് യൂസ് 5 to 10%, 10 LPCD. ലോസസ് ആൻഡ് തെഫ്റ്റ് 15 to 20%, 55 LPCD. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പോസ് അടിച്ച് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ഫുൾ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചു. ഇനി തീരെ പറ്റാത്തവർ, കാണാൻ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൊമസ്റ്റിക് പേർപ്പസും ടോട്ടലും ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് പേർപ്പസിന് 50 to 60%, 135 LPCD. അപ്പം ടോട്ടൽ 135ഉം ഇൻഡസ്ട്രിയൽ പിന്നെ പബ്ലിക് ലോസസ് ആൻഡ് തെഫ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്താണ് 270 വരുന്നത്. പ്രൊവൈഡഡ് എവിടെയാണ്? ആവറേജ് ഇന്ത്യൻ ടൗൺ വിത്തൗട്ട് ഫുൾ ഫ്ലഷിങ്. വിത്തൗട്ട് ഫുൾ ഫ്ലഷിങ് ആണെങ്കിൽ ഡൊമസ്റ്റിക് പേർപ്പസ് 135 LPCD. ഇനി അടുത്ത നോക്കാം. അടുത്തത് വിത്ത് ഫുൾ ഫ്ലഷിങ്. ഫുൾ ഫ്ലഷിങ്ങോട് കൂടിയാണെങ്കിൽ നേരത്തെ 135 ആയിരുന്ന സ്ഥലത്ത് ഡൊമസ്റ്റിക് 200 കൂടും. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് 200 LPCD ആവും. അപ്പോൾ ടോട്ടൽ അതിൻ്റേതായ ടോട്ടൽ ശരിക്കും 335 LPCD ആണ് വരുന്നത്. ഞാനിവിടെ ടൈപ്പ് ചെയ്തതിൻ്റെ എററാണ്. അപ്പോൾ അത് ടൈപ്പ് എററാണ്. അപ്പോൾ 200 LPCD ഡൊമസ്റ്റിക് ആണ് വരുന്നത്. മുന്നേ 135 ആണ്. അവിടെ ടോട്ടൽ 270 LPCD ആയിരുന്നു വിത്തൗട്ട് ഫുൾ ഫ്ലഷിങ്. ഇവിടെ വിത്ത് ഫുൾ ഫ്ലഷിങ് വരുമ്പോൾ 335 LPCD ആണ് ടോട്ടൽ വരുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെയാണ് രണ്ട് കേസിലും. ആകെ ഡൊമസ്റ്റിക് മാത്രമേ മാറത്തുള്ളൂ. 135 LPCD വിത്തൗട്ട് ഫുൾ ഫ്ലഷിങ് അത് മനസ്സിൽ കുറിച്ചിട്ടോ, അത് ചോദിക്കും എന്തായാലും, അത് ചോദിച്ചിട്ടും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് പേർപ്പസിന് വിത്ത് ഫുൾ ഫ്ലഷിങ് ആണെങ്കിൽ 200 LPCD. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ 135 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഇവിടെ 335 ആയിട്ട് കറക്റ്റ് ചെയ്യാം. ഇനി ഓഫ് വാട്ടറാണ്. ആദ്യത്തെ ഹോൾസം വാട്ടറാണ്. ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞാൽ കെമിക്കലി ചില സ്യൂട്ടബിൾ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ എലമെൻറ്റ്സ് ഒന്നും മനുഷ്യ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ളതല്ല. അങ്ങനെയുള്ള വെള്ളത്തെയാണ് നമ്മൾ ഹോൾസം വാട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാലറ്റബിൾ വാട്ടറാണ്. അത് എസ്തെറ്റിക്കലി, അതായത് കാണാൻ നല്ല വെള്ളം, ടേസ്റ്റിയുമാണ്. ദെൻ പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസം വാട്ടറിൻ്റെയും അതുപോലെ തന്നെ പാലറ്റബിൾ വാട്ടറിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡ്രിങ്കിങ്ങിന് അൺഫിറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പേർപ്പസിന് അൺഫിറ്റഡ് ആയിട്ടുള്ള, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിനെയാണ്, കണ്ടാമിനേറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ള വെള്ളത്തെയാണ് പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്തായിരിക്കും? ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തജൻസ് ഒക്കെ ഉള്ള വെള്ളത്തെയാണ് കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരെണ്ണമുണ്ട് മിനറൽ വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മിനറൽസ് ഉള്ളത്, അതായത് കാൽസ്യം, മഗ്നീഷ്യം, അയൺ, അങ്ങനെ പലതരം മിനറൽസ് ഉള്ളതാണ് മിനറൽ വാട്ടർ. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ പൊല്യൂട്ടഡ് വാട്ടറിൻ്റെ ഡെഫിനിഷനും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, വാട്ടറിൻ്റെ പല ക്വാളിറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ചില കെമിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്, അത് ഹാംഫുൾ അല്ല. പക്ഷെ അത് കെമിക്കൽസ് ഉണ്ട് വെള്ളത്തിനകത്ത്, പക്ഷേ ആ കെമിക്കൽസ് ഒന്നും തന്നെ മനുഷ്യ ശരീരത്തിന് ഹാംഫുൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വെള്ളത്തിനെയാണ് നമ്മൾ ഹോൾസം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പാലറ്റബിൾ, എസ്തെറ്റിക്കലി ഗുഡ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഹോൾസത്തിൻ്റെയും പാലറ്റബിളിൻ്റെയും കൂടി ഒരു കൂടിച്ചേരലാണ്. പൊല്യൂട്ടഡ് എന്താണ്? നമ്മുടെ പൊല്യൂട്ടായിട്ടുള്ള വെള്ളം, അതായത് അൺഫിറ്റാണ്, നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ പാത്തജൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ വേൾഡ് വൈഡായിട്ട് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 4.4 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് BIS പ്രകാരം ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 10 to 15.6 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയ്ക്ക് വരണം. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 26 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അൺഡിസൈറബിൾ ആണ്. ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അൺഫിറ്റ് ഫോർ പബ്ലിക് സപ്ലൈ. പബ്ലിക് സപ്ലൈക്ക് അൺഫിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ വാല്യൂം പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇതേ ഉള്ളൂ ഇതിനകത്തൊരു സൊല്യൂഷൻ. അപ്പോൾ ടെമ്പറേച്ചർ
4.4 to 10 ഡിഗ്രി സെൽഷ്യസ്. BIS പ്രകാരമുള്ളത് ചോദിച്ചിട്ടുണ്ട് 10 to 15.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ PSC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ആൻസർ ചിലപ്പം ഓപ്ഷനിൽ തന്നിട്ട് അത് ആൻസറായിട്ടൊക്കെ തരാറുണ്ട്. അപ്പം ഈ വാല്യൂ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 10 to 15.6 ഡിഗ്രി സെൽഷ്യസ് ആണ് BIS പ്രകാരം ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. ഓക്കെ, പിന്നെ 26 ഡിഗ്രി സെൽഷ്യസ് അൺഡിസൈറബിൾ പബ്ലിക് സപ്ലൈയുടെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കളറാണ്. കളറിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് കളറിൻ്റെ വാല്യൂ ആണ്. അത് 5 to 20 ppm ഇടയ്ക്ക് വേണം. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 milligram പ്ലാറ്റിനം ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ജസ്റ്റ് വായിച്ച് അതൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാല്യൂ പഠിച്ചു വെക്കുക. പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിലാണ് കളർ മെഷർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് ഈ സ്കെയിലല്ലാണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ സ്റ്റാൻഡേർഡ് കളർ വെച്ചിട്ട് ഉള്ള ഗ്ലാസ് ട്യൂബ്, അതിനെയാണ് നെസ്ലർ ട്യൂബ് എന്ന് പറയുന്നത്. ആ ട്യൂബിലെ വെള്ളം നമ്മുടെ കയ്യിലുള്ള വെള്ളവും കൂടി കളർ വെച്ച് കമ്പാരിസൺ നടത്തും. അങ്ങനെയുള്ളതിനാണ് നെസ്ലർ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ കളർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നതാണ് ടിൻഡോമീറ്റർ. ഓക്കെ, അപ്പം ടിൻഡോമീറ്റർ ഉണ്ട്, നെസ്ലർ ട്യൂബ് ഉണ്ട്, നമ്മൾ മെഷർ ചെയ്യുന്ന സ്കെയില് പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയില്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 milligram ഓഫ് പ്ലാറ്റിനം ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഇത് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ റേഞ്ചാണ് 5 to 20 ppm എന്നുള്ളത്. അത് ഓർത്ത് വെക്കുക. കളറിൻ്റെ പെർമിസിബിൾ ലിമിറ്റാണ് 5 ppm to 20 ppm. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്കെയില് നമ്മുടെ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ട്യൂബിൻ്റെ പേര് നെസ്ലർ ട്യൂബ്. മെഷർ ചെയ്യുന്ന വേറൊരു ഡിവൈസ് ടിൻഡോമീറ്റർ കേട്ടോ. ടിൻഡോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കളറ് മനസ്സിൽ വരണം. ആ രീതിയിൽ വരാനായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കണ്ടിന്യൂസ്ലി. ഓക്കെ, അപ്പോൾ പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിലും കൂടി ഓർക്കുക. യൂണിറ്റ് 1 milligram ഓഫ് പ്ലാറ്റിനം ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഇനി കളർ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ തന്നെ ചില മെറ്റൽസ് കാരണമൊക്കെ വരാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബിഡിറ്റിയാണ്. ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യാതിരിക്കാനുള്ള ഹിൻഡ്രൻസിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അത് ഫൈൻ അല്ലെങ്കിൽ സസ്പെൻഡഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാരണമാണ് ടർബിഡിറ്റി ഉണ്ടാകുന്നത്. ആൻഡ് ടർബിഡിറ്റിയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 to 10 ppm ആണ്. ആൻഡ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ കളർ പറഞ്ഞ പോലെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 milligram ഓഫ് സിലിക്ക ഇൻ 1 liter ഓഫ് ഡിസോൾഡ് വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് ഓർത്ത് വെക്കുക, 5 to 10 ppm. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഇസ് എ കോസ് ഓഫ് ടർബിഡിറ്റി, ടർബിഡിറ്റി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. പ്രസൻസ് ഓഫ് ഫൈൻ സസ്പെൻഡഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഓക്കെ, അത് കാരണമാണ് ടർബിഡിറ്റി ഉണ്ടാകുന്നത്. ടർബിഡിറ്റിയുടെ റേഞ്ച്, ടർബിഡിറ്റിയുടെ യൂണിറ്റ്, ഇത്രയും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ടർബിഡിറ്റി മീറ്റേഴ്സ് അല്ലെങ്കിൽ ടർബിഡി മീറ്റേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. മെയിൻലി 3 തരമാണ് നമ്മൾ ടർബിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീറ്റേഴ്സ്. ആദ്യത്തെ തന്നെ ജാക്സൺ ടർബിഡി മീറ്ററാണ്. ജാക്സൺ ടർബിഡി മീറ്ററിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റിലാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ജാക്സൺ ടർബിഡി മീറ്റർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ppm കൂടുതൽ ടർബിഡിറ്റി ഉണ്ടെങ്കിൽ ആ വെള്ളം ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ JTU ഉപയോഗിക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ബെയ്ലീസ് ടർബിഡി മീറ്ററാണ്. ബെയ്ലീസ് ടർബിഡി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2 ppm വരെ ഉള്ള ടർബിഡിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ ബെയ്ലീസ് ടർബിഡി മീറ്റർ ഉപയോഗിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നെഫലോമീറ്റർ, വളരെ കുറവ്, അതായത് 0 to 1 ppm വരെയുള്ള ടർബിഡിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ നെഫലോമീറ്റർ ഉപയോഗിക്കുന്നു. നെഫലോമീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഫോമാസിൻ പോളിമർ, ആ പേര് ഓർത്ത് വെക്കുക. ഏത് പോളിമറാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഫോമാസിൻ പോളിമർ സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ JTU, ബെയ്ലീസ് ടർബിഡി മീറ്റർ ആൻഡ് നെഫലോമീറ്റർ. ടേസ്റ്റ് ആൻഡ് ഓർഡർ മെഷർ ചെയ്യുന്നത്, ടേസ്റ്റ് മെഷർ ചെയ്യുന്നത് ഫ്ലേവർ ത്രഷോൾഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടാണ്. അതിവിടെ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഫ്ലേവർ ത്രഷോൾഡ് നമ്പർ. ഇനി ഓർഡർ ആണെങ്കിൽ ത്രഷോൾഡ് ഓർഡർ നമ്പർ TON വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഫോമിലൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ത്രഷോൾഡ് ഓർഡർ നമ്പർ, ഫ്ലേവർ ത്രഷോൾഡ് നമ്പർ, ഫ്ലേവർ ടേസ്റ്റിൻ്റെ. ഇനി നമുക്ക് ക്യാൻ ബി മെഷേർഡ് ബൈ ഓസ്മോസ്കോപ്പ് വെച്ച് മെഷർ ചെയ്യാം. ഓക്കെ,
ഇനി അടുത്തത് നമ്മൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്കറിയാം ടോട്ടൽ സോളിഡ്സ്, അതായത് നമ്മുടെ വാട്ടറിലുള്ള മൊത്തം സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് ആവാം, കൊളോയിഡൽ ആവാം, ഡിസോൾഡ് ആവാം. ഈ ഏത് രീതിയിലുള്ള ടോട്ടൽ സോളിഡ്സ് ആണെങ്കിലും അതിൻ്റെ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. വേറെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം ടോട്ടൽ സോളിഡ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 to 1000 ppm ആണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ സോളിഡ്സ് നമ്മുടെ വെള്ളത്തിൽ 500 to 1000 ppm കൂടാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, ടോട്ടൽ സോളിഡ്സിൻ്റെ വാല്യൂ. ഓക്കെ, ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് വരാം, ഡിസോൾഡ് വരാം, കൊളോയിഡലൊക്കെ വരാം. അതെല്ലാം കൂടിയിട്ടാണ് ഈ 500 to 1000 ppm എന്ന് പറയുന്ന റേഞ്ച്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലെ ആദ്യത്തെ കാര്യമാണ് ടോട്ടൽ സോളിഡ്സ്. ഇനി രണ്ടാമത്തത് ഹാർഡ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡ്നെസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് വെച്ചിട്ട് പതയ്ക്കുമ്പോൾ ഫോം ഉണ്ടാകാതാവുന്ന അവസ്ഥയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ് രണ്ട് തരത്തിലുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ലൈം ആഡ് ചെയ്തോ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ചോദിക്കാറുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് വെച്ച് പറ്റും, ആഡിങ് ലൈം. ഓക്കെ, ഇനി ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്? കാൽസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെച്ച് പഠിക്കുക. കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം ആണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. വേറെ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് വഴി റിമൂവ് ആവാത്ത ഹാർഡ്നെസ് ആണ്. അതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും തന്നെ സൾഫേറ്റ്, നൈട്രേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് കാരണമാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, സിയോലൈറ്റ് പ്രോസസ്സ്, അങ്ങനെ പല പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അപ്പം പെർമനൻറ്റ് ഹാർഡ്നെസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സൾഫേറ്റ്, നൈട്രേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം. പ്രകാരം 75 to 115 ppm ആണ് റേഞ്ച്. ഇനി നമുക്ക് നോക്കാം. 75 to 115 ppm ആണ് നോർമലി നമ്മൾ പറയുന്ന വെള്ളത്തിൻ്റെ ഡ്രിങ്കിങ് പർപ്പസ് ആണെങ്കിൽ 75 to 115 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒരെണ്ണമുണ്ട്. ലെസ് ദാൻ 75 ആണെങ്കിൽ ലോ ഹാർഡ്നെസ് ആണ്, 75 to 150 ആണെങ്കിൽ മീഡിയം ഹാർഡ്നെസ് ആണ്. അതാണ് ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നത്. 75 to 150 ppm ആണെങ്കിൽ മീഡിയം ഹാർഡ് വാട്ടർ എന്ന് പറയും. ഇനി ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിൽ ഹൈ ഹാർഡ്നെസ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹൈ ഹാർഡ് വാട്ടർ ആണെന്ന് പറയും. അപ്പോൾ ലെസ് ദാൻ 75 ലോ, 75 to 150 മീഡിയം ആൻഡ് ഗ്രേറ്റർ ദാൻ 200 ഹൈ ഹാർഡ്നെസ്. റേഞ്ച് എത്രയാണ്? 75 to 150 ppm ആസ് പെർ BIS. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, ഈ റേഞ്ച് ഓഫ് വാല്യൂസ്. ഓക്കെ, ഇനി അടുത്തത് ക്ലോറൈഡ് ആണ്. ക്ലോറൈഡിൻ്റെ വാല്യൂ ലിമിറ്റഡ് ടു 250 ppm ആണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ക്ലോറിനും ക്ലോറൈഡൂടെ തിരിഞ്ഞു പോകേണ്ട. ക്ലോറിനാണെങ്കിൽ 0.2 to 0.5 ppm ആണ്. 0.2 ആണ് കേട്ടോ. അപ്പോൾ 0.2 to 0.5 ppm ആണ് ക്ലോറിൻ. ഇനി അയൺ ആൻഡ് മാംഗനീസ് ആണെങ്കിൽ അപ് ടു 0.3 ppm. അപ്പോൾ ഈ കെമിക്കൽ എല്ലാം കോമ്പൗണ്ട്സും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ക്ലോറൈഡ്സ് 250 ppm, ക്ലോറിൻ 0.2 to 0.5 ppm, അയൺ ആൻഡ് മാംഗനീസ് അപ് ടു 0.3%, അപ് ടു 0.3 ppm. ഓക്കെ, ഇപ്പോൾ ക്ലോറിൻ 0.2 ആണ്. ഇവിടെ ഞാൻ പോയിൻ്റ് ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് 0.2 ആയിട്ട് വായിക്കുക. 0.2 to 0.5 ppm ആണ് ക്ലോറിൻ. അയൺ ആൻഡ് മാംഗനീസ് ആണെങ്കിൽ അപ് ടു 0.3 ppm. ക്ലോറൈഡ്സ് ആണെങ്കിൽ 250 ppm. ഇനി ഫ്ലൂറൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്ലൂറൈഡൊന്നും അങ്ങനെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ആണ്. pHൻ്റെ ഡിസൈറബിൾ വാല്യൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ 6.6 to 8.5 ആണ്. ഇനി pH നിങ്ങൾക്കറിയാം, 7 വന്നാൽ ന്യൂട്രലാണ്, ഗ്രേറ്റർ ദാൻ 7 വന്നാൽ ആൽക്കലൈൻ ആണ്, ലെസ് ദാൻ 7 വന്നാൽ ആസിഡിക് ആണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇനി അടുത്ത ഡിസോൾഡ് ഓക്സിജൻ ആണ്. ഡിസോൾഡ് ഓക്സിജൻ എത്ര വരണം? 5 to 6 ppm ആണ് റേഞ്ച്. ഓക്കെ, ആൻഡ് ലെഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ പാടുള്ളൂ, 0.1 ppm വരെ പെർമിസിബിൾ ഉള്ളൂ. അപ്പോൾ pH 6.6 to 8.5, പിന്നെ ഡിസോൾഡ് ഓക്സിജൻ 5 to 6 ppm, ലെഡ് 0.1 ppm. ഓക്കെ, ഇനി pH ഗ്രേറ്റർ ദാൻ 7 വന്നു കഴിഞ്ഞാൽ അത് ആൽക്കലൈനും, ലെസ് ദാൻ 7 വന്നു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ അസിഡിക് ആണ്. ഇനി pH 7 വന്നു കഴിഞ്ഞാൽ ന്യൂട്രലാണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം, മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ഈ എല്ലാ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫിസിക്കൽ ഇനി ബയോളജിക്കൽ വരും, അതും കൂടി നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ആണ് ലാസ്റ്റ് വൺ. സൾഫേറ്റ് 250 ppm ആണ്. നമ്മൾ ഓൾറെഡി ഒരു 250 പറഞ്ഞായിരുന്നു ക്ലോറൈഡ്സ്. അപ്പോൾ രണ്ടും ഒരെണ്ണം ഒരേപോലെ വരുമ്പോൾ ക്ലബ് ചെയ്ത് പഠിക്കുക കേട്ടോ.
അപ്പോൾ സൾഫേറ്റും എത്ര തന്നെയാണ് 250 ppm തന്നെയാണ്. ഓക്കെ, അപ്പോൾ 10 കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ബയോളജിക്കൽ പ്രോപ്പർട്ടിയാണ്. ബയോളജിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നത് ബീക്കോളി അല്ലെങ്കിൽ ഈക്കോളി ബാക്ടീരിയ ആണ്. അതെന്ന് പറഞ്ഞാൽ 100 ml സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ബീക്കോളി അല്ലെങ്കിൽ ഈക്കോളി ഉണ്ടെന്നുള്ളത് കാണിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ MPN അഥവാ മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറയും. അത് ചോദിക്കാറുണ്ട്, MPN അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ നമ്പർ. മോസ്റ്റ് പ്രോബബിൾ നമ്പർ വെച്ചിട്ട് 100 ml എടുത്തു കഴിഞ്ഞാൽ നില്ലായിരിക്കണം ബീക്കോളി അല്ലെങ്കിൽ ഈക്കോളിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വാട്ടർ ഡിമാൻഡിൻ്റെ കാര്യം പറഞ്ഞു, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ കഴിവതും വിട്ട് പഠിക്കാതെ ഇനിയുള്ള സമയം എഫക്റ്റീവായിട്ട് പഠിച്ച് സെപ്റ്റംബർ 24 എക്സാമിന് നിങ്ങൾ നല്ല ഒരു 100-നകത്തുള്ള നല്ല റാങ്കിൽ കയറി ജോലി ഉറപ്പാക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.